അപ്പോൾ അന്നൊരു ഞായറാഴ്ച ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ അന്ന് എടുത്തൊരു വീഡിയോ ആണിത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി, അതുപോലെ സൈഡായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും. പിന്നെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അല്പം മധുരത്തിന് ചെറു ചൂടോടെയുള്ള ഗോതമ്പ് പായസവും. അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ അത്യാവശ്യം ചെറിയൊരു വിരുന്നായില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. ബീഫ് ബിരിയാണി കുറേ പേർക്കൊക്കെ അത്യാവശ്യം കഴിക്കാൻ ഇഷ്ടമായിരിക്കുള്ളൂ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ 2 കിലോ ബീഫാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ സവാള, 1 കിലോയിൽ അല്പം കൂടുതലുണ്ട് കേട്ടോ, മസാല കുറച്ച് വേണമല്ലോ. ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ വിശദമായിട്ട് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വഴന്നു വരുമ്പോൾ അത്യാവശ്യം തക്കാളി ഇതൊക്കെ ഞാൻ അല്പം കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കിലോ ബീഫിന് ഇവിടെ ഞാൻ 1.25 kg റൈസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പേർക്ക് കഴിക്കാനുണ്ടാവും ഇത്. ഇതിലേക്ക് ഞാനിതൊക്കെ വഴന്നു വന്നപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചത് സെപ്പറേറ്റ് ആയിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിന് അത് കുരുമുളകും ജീരകവും പൊടിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മസാല തന്നെ വേണം. ആ മസാല നല്ലതായിരിക്കുകയും വേണം, അപ്പോൾ ബിരിയാണി ടേസ്റ്റായി വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ആവശ്യത്തിന് തന്നെ വേണം, നല്ലൊരു സ്മെല്ലൊക്കെ വരുള്ളൂ. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല. സവാള വഴറ്റുമ്പോൾ ആദ്യം ഉപ്പിട്ടാൽ കൂടുതലും നല്ലതാട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇറച്ചിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഞാനിപ്പോൾ കുക്കറിൽ തീരെ വെള്ളമൊന്നും ഇല്ലാതെ വേവിച്ചതാണ് കേട്ടോ. കുറച്ച് നെയ്യുള്ളത് കാരണം ബീഫിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ റൈസിന്. ബീഫ് ഇപ്പോൾ പകുതിയോളം വെന്തിട്ടേ ഉള്ളൂ. ബാക്കി മസാല കിടന്ന് ബീഫ് നല്ലോണം ഒന്ന് വെന്ത് വറ്റി വരട്ടെ. ഇതൊന്നും വേണ്ടല്ലോ അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹെൽപ്പറുള്ള കാരണം നമുക്ക് ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ സൈഡാക്കി തരും. ഇപ്പോൾ ബീഫ് മസാല കിടന്ന് അത്യാവശ്യം വെന്ത് നല്ല പാകത്തിനൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണ്ട, അല്പം ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, പിന്നെ ജാതിക്കയുടെ ഒരു പീസ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ജാതിക്കയുടെ കുരു ഇടുമ്പോൾ. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ, എന്നാലും പറയുകയാണ്. ഇപ്പം നമ്മൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഇതുപോലെ ചെമ്പിൽ വെക്കുകയാണെങ്കിൽ. അതല്ല കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും, കറക്റ്റ് പാകമായിരിക്കുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഉപ്പൊക്കെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നെയ്യൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്താലോ ചോറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിന ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ റൈസിന്, അത് എപ്പോഴും ഇടുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളും ക്യാരറ്റൊക്കെ കൊത്തിയരിഞ്ഞിടുക. അതുപോലെ ബിരിയാണി എസൻസ് 1-2 ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് അരി കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് എപ്പോഴും നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ചെറിയ തീയിലിട്ട് തന്നെ അത് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും, ചെറിയ അരിയല്ലേ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇപ്പോൾ മേലെ വെള്ളം നല്ലോണം ഡ്രൈ ആയിട്ട് അകത്ത് ചെറിയൊരു നനവുണ്ടാവും. ഒരു ഭാഗത്തിലാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇത് ആവിയിലിരുന്നൊന്ന് വേവുമല്ലോ, പിന്നെ ഇത് നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ തന്നെ എടുക്കണത്. പാകത്തിനായിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ദമ്മിടണം. ഇപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട് കണ്ടോ.
റൈസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നട്ട്സും ഉള്ളിയൊക്കെ നേരത്തെ തന്നെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇറച്ചി മസാലയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലരിത് ആദ്യം റൈസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ ഇറച്ചി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലായിട്ട് നമുക്ക് നട്ട്സും ഉള്ളി വഴറ്റിയതും മല്ലിയില പുതിന ഇല ഒക്കെ ഇടണം. മല്ലിയിലയും പുതിന ഇലയും ബിരിയാണിയിൽ അധികം വേണം. അപ്പോൾ ആ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഉള്ളിയൊക്കെ ഇട്ട് അത് വിതറി കൊടുക്കുക. പിന്നെ ഇത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തീയിൽ വെക്കുന്നതിന് പകരം ചെറിയൊരു പാന് പഴയ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മേലെ ഇത് കയറ്റി വെക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയം ഒരു 20-25 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴത്തേനും ഇത് നല്ല ബീഫിൻ്റെ മസാലയും ഈ ചോറെല്ലാം കൂടെ ഒന്ന് നല്ല സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ചോറിൽ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്തെടുക്കാറ്. നല്ല മസാല പിടിച്ച ചോറ് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മൾ പുതിന ചമ്മന്തിയും റൈത്തയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇത് കഴിക്കാൻ കേട്ടോ. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.